കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ CPM-നുള്ളിൽ നടക്കുന്നത് ഒരു തെറ്റിതിരുത്തൽ നടപടി അത് എങ്ങനെ വേണം എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് CPIM. എല്ലാ വിഭാഗം വോട്ടർമാരിലും വലിയ തിരിച്ചടി ഉണ്ടായി എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ന്യൂനപക്ഷ വോട്ട് മാത്രമല്ല ഭൂരിപക്ഷ വോട്ടും ലഭിച്ചില്ലെന്നും വിലയിരുത്തൽ. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അർദ്ധരാത്രി 11 മണിയോടെയാണ് അവസാനിച്ചത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ യോഗത്തിൽ ധാരണയായെന്നാണ് വിവരം. തോൽവി വിശദമായി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വളരെ വിശദമായിട്ട് എല്ലാ തലത്തിലും പാർട്ടി സഖാക്കൾക്ക് ബ്രാഞ്ച് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാൻ അങ്ങോട്ട് പോവുക. നേതാക്കന്മാർ അവർ പറയുന്നത് കേട്ടിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേട്ടു, ഇനി സംസ്ഥാന കമ്മിറ്റി കേൾക്കും, ജില്ലാ കമ്മിറ്റി കേൾക്കും, ബ്രാഞ്ച് വരെ കേൾക്കും. എന്നും പാർട്ടിയുടെ സമീപനം അതാണ്. ഇന്നിപ്പോൾ വിശേഷിച്ച് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പോകും. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് മനസ്സിലായില്ലേ? അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കും. ഞങ്ങൾ താഴെ വരെ പോയി വന്നതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എല്ലാ സമയത്തും ഉന്നത നിലവാരത്തിലുള്ള സഹാക്കൾ പറയുന്നത് കേട്ടിട്ടാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ ഇത്ര കടുത്തൊരു പരാജയം ഉണ്ടായതിനെ കുറിച്ച് എന്താണ് സഹാക്കൾക്ക് പറയാനുള്ളത് എന്ന് താഴെത്തട്ടിൽ വരെ പോയി കേൾക്കാൻ പോവുക. അതിനു മുമ്പ് വിലയിരുത്തലില്ല. ഇത്രയും മതി. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, സമാനതകളില്ലാത്ത തോൽവിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ടത്. താഴെത്തട്ടിലെ ജനങ്ങളുടെ വികാരം കേൾക്കുമെന്നാണ് ഇപ്പോൾ MA ബേബി പ്രതികരിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ടല്ലോ. എന്താണ് വിലയിരുത്തലുകൾ? ഗുഡ് മോർണിംഗ് കീർത്തന, ഷിഹാസ്. CPIM സമാനതകളില്ലാത്ത തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത്. അതിൻ്റെ വിലയിരുത്തലിന് വേണ്ടി, അതിനെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്താൻ വന്നത്. സാധാരണ 1 മണിക്കൂർ എടുക്കുന്ന വാർത്താസമ്മേളനം ഇന്നലെ വെറും 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് MV ഗോവിന്ദന് മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി പറയാൻ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അസാധാരണമായൊരു തീരുമാനമാണ് പാർട്ടി ഇന്നലെ എടുത്തിരുന്നത്. സാധാരണ കേന്ദ്രീകൃത ജനാധിപത്യ രീതിയാണ് CPIM-നുള്ളത്. അതായത് ആ കാഡർ പാർട്ടി എന്ന നിലയിൽ മുകളിൽ നിന്ന് തീരുമാനിക്കും, അത് താഴേക്ക് നടപ്പിലാക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയാണെങ്കിൽ തന്നെയും അത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്ത് കീഴ്ഘടകങ്ങളെ അതിൻ്റെ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന രീതിയാണ് ഇത്രയും കാലം നടന്നിരുന്നതെങ്കിൽ ഇനി അങ്ങനെ പോകാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അംഗങ്ങളെ ഉൾപ്പെടെ കേട്ടുകൊണ്ട്, അതായത് ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലെ വിലയിരുത്തലും കഴിഞ്ഞതിന് ശേഷം മാത്രം റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി എന്നുള്ളത് ഈ കനത്ത തിരിച്ചടിയിൽ നിന്നുണ്ടായതാണ്. ജനങ്ങളെ കേൾക്കാതെ, പാർട്ടി അംഗങ്ങളെ കേൾക്കാതെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കനത്ത തിരിച്ചടിയെന്നും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും തിരുത്താൻ പാർട്ടി തയ്യാറായിട്ടില്ല എന്ന വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത്. എല്ലാ തലങ്ങളിലും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ സാധാരണ ഒരു തോൽവിക്കപ്പുറത്തേക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും ഒക്കെ ഉണ്ടായിരുന്ന പരാജയം അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ പ്രശ്നം തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ സീറ്റ് പോലും ഉറച്ച സീറ്റായി പറയാൻ പറ്റാത്ത വിധം CPIM-നും LDF-നും മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണോ തെറ്റ് തിരുത്തേണ്ടത് അത് തിരുത്താനുള്ള നടപടികളിലേക്ക് CPIM കടക്കുന്നു. ഈ മാസവും അടുത്ത മാസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ 2 ദിവസം എടുത്താണ് ചേരുക. അതുപോലെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത്. ലോക്കൽ കമ്മിറ്റി യോഗം ചേരും, ബ്രാഞ്ച് യോഗം ചേരും. മുഴുവൻ പാർട്ടി അംഗങ്ങളെയും കേട്ടുകൊണ്ട് ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിവ്യൂ റിപ്പോർട്ട് അനുസരിച്ച് പിന്നീട് പാർട്ടി മുന്നോട്ട് പോകും. എന്തൊക്കെ തിരുത്തലുകൾ വരുത്താനുണ്ട് എന്നത് ഇനിയിപ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഷിഹാസ്, കീർത്തന. TV പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.